നവഗ്രഹം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവഭക്തന്മാരെ കാത്തിരിക്കുന്ന ആ ശിവരാത്രി വരവായി അല്ലേ? ഇപ്പോൾ കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രയാഗ്രാജിൽ, നമുക്കറിയാം അല്ലേ? അതും ഈ ശിവരാത്രിയോട് അനുബന്ധിച്ചാണ് അതിൻ്റെ സമാപനവും. അപ്പോൾ ഏറെ പ്രധാനപ്പെട്ട ഒരു ശിവരാത്രി തന്നെയാണ് ഈ ശിവരാത്രി. നമുക്ക് അറിയാം, ഫെബ്രുവരി 26-ന്, അതായത് ബുധനാഴ്ച ആണ് ശിവരാത്രി വരുന്നത്. സാധാരണ നമ്മൾ നോക്കുക നക്ഷത്രം തിരുവോണം നക്ഷത്രം അല്ലേ? തിരുവോണം നക്ഷത്രം നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 25-ന് വൈകിട്ട് 5:30-ക്കാണ് തുടങ്ങുന്നത്. 6:30-ക്കാണ് തുടങ്ങുന്നത്. അവസാനിക്കുന്നത് 26-ാം തീയതി വൈകിട്ട് 5:23-നാണ്. പക്ഷേ നമ്മൾ ശിവരാത്രി എടുക്കുമ്പോൾ വ്രതം എടുക്കേണ്ടത് ഈ തിരുവോണം നാള് നോക്കിയിട്ട് അല്ല. ചതുർദശിയിലാണ് നമ്മൾ ശിവരാത്രി വ്രതം എടുക്കേണ്ടത്. ത്രയോദശി അവസാനിക്കുന്നത് 26-ന് രാവിലെ 11:08-നാണ് നമ്മുടെ ചതുർദശി തുടങ്ങുന്നത്. ത്രയോദശി അവസാനിച്ചു, ചതുർദശി തുടങ്ങുന്നത് 11:08-നാണ്, 26-ന് ബുധനാഴ്ച. അപ്പോഴാണ് നമ്മൾ വ്രതം ശരിക്കും ആരംഭിക്കേണ്ടത്. അവസാനിക്കുന്നത് 27-ന് രാവിലെ 8:54-നാണ്. അപ്പോൾ നമ്മൾ വ്രതം ആ 27-ാം തീയതി 8:54 ആയതിനു ശേഷം മാത്രമേ വ്രതം മുറിക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഇതിന് മുന്നേ ഓരോ വർഷവും വീഡിയോ ഇടാറുണ്ട് ശിവരാത്രി വ്രതം എടുക്കേണ്ട രീതികളെക്കുറിച്ചൊക്കെ. ഇപ്പോൾ പല ചാനലുകളിലായിട്ടും അതിനെക്കുറിച്ചൊക്കെ വീഡിയോ വിശദമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഈ വ്രതം നമ്മൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു വ്രതം എടുക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അന്നത്തെ ദിവസം പോയിട്ട് വ്രതം എടുക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ തലേ ദിവസം തന്നെ ആ വ്രതം നമ്മൾ തുടങ്ങണം. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ തലേ ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കും. അങ്ങനെ നമ്മൾ തലേ ദിവസമേ മത്സ്യമാംസങ്ങൾ കഴിക്കുന്ന ആൾക്കാരെങ്കിൽ തലേ ദിവസം മുതലേ അതൊക്കെ ഒഴിവാക്കി ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചിട്ട് ഈ വ്രതത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കമായിട്ടത് കാണാം. എന്നിട്ട് രാവിലെ 11:08-നാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. 11:08-ന് തുടങ്ങുകയാണ്. അപ്പോൾ ആ സമയം മുതൽ നമ്മൾ വ്രതം ആരംഭിക്കണം. അതായത് അന്നത്തെ ദിവസം സാധാരണ ശിവരാത്രി വ്രതം എടുക്കുക മുഴുവനായിട്ട് ഉപാസന തന്നെയാണ്, ഉപവാസം തന്നെയാണ്. അതായത് ഒരു ഭക്ഷണവും കഴിക്കാതെ പച്ചവെള്ളം പോലും കുടിക്കാതെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ആരോഗ്യം അനുസരിച്ചിട്ട്, ഓരോ വ്യക്തികളെയും ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ട് ഏതാണോ ഉതകുന്നത് അതുപോലെ ചെയ്യാം. വെള്ളം പോലും കുടിക്കാതെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം. അല്ലാതെ വ്രതം എടുക്കണം പക്ഷേ എനിക്ക് ആരോഗ്യസ്ഥിതി നല്ലതല്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഫ്രൂട്ട്സ്, പാല് അതൊക്കെ കഴിച്ചിട്ട് വ്രതം എടുക്കാം. പിന്നെ ശിവരാത്രിയുടെ വേറൊരു പ്രത്യേകതയാണ് ഉറക്കം ഒഴിക്കൽ. അതുപോലെ ഉറക്കം ഒഴിച്ച് വ്രതം എടുക്കുക. അതും ഈ പറഞ്ഞ പോലെ ആരോഗ്യസ്ഥിതി നല്ലതായിരിക്കുന്ന വ്യക്തികൾ മാത്രം അങ്ങനെ എടുക്കുക. എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ എൻ്റെ വ്രതം ഭഗവാൻ സ്വീകരിക്കില്ലേ എന്നുള്ള ചിന്തയൊന്നും വേണ്ട. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളെടുക്കുക. അതിന് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ ആർക്കൊക്കെ എടുക്കാം എന്നുള്ള ചിന്തകളൊക്കെ പലർക്കും ഉണ്ടാവും അല്ലേ? ഈ വ്രതം ഓരോരോ പുലാവാലായ്മ, പിന്നെ ഗർഭിണികൾ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എടുക്കാൻ പാടുണ്ടോ എന്നുള്ള ചിന്തയും നമ്മുടെ ഓരോ മനസ്സിലും ഉണ്ടാവും. ഈ പുലാവാലായ്മ ഇങ്ങനെയുള്ള സമയത്ത് അമ്പലത്തിലൊന്നും പോകാൻ പാടില്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? പക്ഷേ നമ്മളെ വീട്ടിലിരുന്നിട്ട് നമുക്ക് വ്രതം എടുക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃ ശിവായ എന്ന മന്ത്രജപത്തോടു കൂടി വീട്ടിലിരുന്ന് വ്രതം എടുക്കാം. ഒരു തുളസി തീർത്ഥം, ഒരു ഗ്ലാസ് വെള്ളത്തിൽ 3 തുളസിയിലയിട്ട് അത് തീർത്ഥമായി കണ്ട് സേവിച്ച് നമുക്ക് വ്രതം അവസാനിപ്പിക്കുകയും ചെയ്യാം.
അപ്പോൾ ഗർഭിണികളൊരു 5-6 മാസം വരെ എടുക്കുന്നതിന് പ്രശ്നമല്ല. 7 മാസമൊക്കെ ആയാൽ അത് കുഞ്ഞിനെയും കൂടെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമുക്ക് പറ്റുന്ന രീതിയിൽ ആ ദിവസം ആ ഗർഭിണിയാണെങ്കിൽ പോലും മത്സ്യമാംസങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് പറ്റുന്ന രീതിയിൽ എടുക്കാൻ ശ്രമിക്കാം. ശിവരാത്രിയെക്കുറിച്ചിട്ട് ഒരു ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെക്കുറിച്ചൊന്നും അതുകൊണ്ട് വിശദമായിട്ട് ഇനി പറയേണ്ട ആവശ്യം ഇല്ല. പിന്നെ വ്രതം അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞു 27-ാം തീയതി 8:54 വ്രതം അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് അമ്പലത്തിൽ പോയിട്ട്, ശിവക്ഷേത്രമാണ് ഏറ്റവും നല്ലത്. ശിവക്ഷേത്രം അടുത്തില്ലെങ്കിൽ ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ ക്ഷേത്രത്തിൽ പോയിട്ട് തീർത്ഥം സേവിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കുക. അത് 8:54 ശേഷം ആവുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മുടെ ഈ ചതുർദശി അവസാനിക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ വ്രതത്തിൽ തന്നെ ആയിരിക്കണം. അമ്പലത്തിലൊന്നും പോകാൻ പറ്റാത്ത വ്യക്തികൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു തുളസി തീർത്ഥം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അത് സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക. അപ്പോൾ എല്ലാവർക്കും ശിവപാർവതിമാരെ പോലെ ജീവിക്കാൻ സാധിക്കട്ടെ, അർദ്ധനാരീശ്വരനായിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാ ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും, എല്ലാ സമ്പൽ സമൃദ്ധിയും, എല്ലാ അഭിവൃദ്ധികളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ കേട്ട് നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു.